നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. കേരളം ഞെട്ടിപ്പോകും. കേരളം ഞെട്ടുമോ? CPM-നെയും BJP-യെയും വെല്ലുവിളിച്ച് VD സതീശൻ കാളയുമായി രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് BJP-കാർ പോകേണ്ടി വരും. CPM-കാരും കരുതിയിരിക്കാൻ മുന്നറിയിപ്പ്. ഇപ്പോഴേ ഞെട്ടിയെന്ന് പരിഹസിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് BJP കോർ കമ്മിറ്റി അംഗത്തിനെതിരെ എന്ന പരോക്ഷ സൂചനയുമായി സന്ദീപ് വാര്യർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയിൽ കോൺഗ്രസിൽ ചേരിപ്പോര്. രാഹുലിനെ അനുകൂലിച്ചും ആക്ഷേപിച്ചും പ്രതികരണങ്ങൾ. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരും രണ്ടു തട്ടിൽ. മാങ്കൂട്ടത്തിനെ പരിഹസിച്ച് കോൺഗ്രസ് മുഖപത്രം. പാർട്ടി അനുകൂല വാട്സപ്പ് ഗ്രൂപ്പുകളിലും തമ്മിലടി രൂക്ഷം. നടപടിയെടുത്തത് ഹൃദയവേദനയോടെയെന്ന് VD സതീശൻ. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം KC വേണുഗോപാൽ ഏറ്റെടുക്കണമെന്ന് ലീഗ്. UDF-നെ അധികാരത്തിലെത്തിക്കാൻ മുൻനിരയിൽ നിൽക്കണം. സാദിഖ് അലി തങ്ങളുടെ പരാമർശം. മുഖ്യമന്ത്രി ചർച്ച സജീവമായിരിക്കെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് യാതൊരു ബന്ധമില്ല. അവർ തന്നെ അമ്പലത്തിൽ അവർ തന്നെ ഒരു ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ ദുരൂഹതയുയർത്തി കൂടുതൽ കണ്ടെത്തലുകൾ. പ്രതി സെബാസ്റ്റ്യന്റെ വേളൂർ വട്ടത്തെ സ്ഥലം കേന്ദ്രീകരിച്ചും അന്വേഷണം. ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയിൽ JCB ഉപയോഗിച്ച് മണ്ണുമാറ്റി കുഴികളെടുത്തു. കൊലപ്പെടുത്തിയവരെ മറവു ചെയ്യാനെന്ന് സംശയം. തിരുവനന്തപുരം ആര്യനാട് കടക്കണിയിൽ കുടുങ്ങിയ പഞ്ചായത്ത് അംഗം ജീവനൊടുക്കിയതിൽ CPM പ്രതിക്കൂട്ടിൽ. ശ്രീജ മരിച്ചത് സാമ്പത്തിക തട്ടിപ്പുകാരിയെന്ന് പ്രചരിപ്പിച്ചതിനാൽ മനം നൊന്തെന്ന് കോൺഗ്രസ്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 4 പേർക്കെതിരെ പരാതി. വ്യക്തിക്കെതിരായ സമരമല്ല നടന്നതെന്ന് CPM. മലയാളിക്ക് ഇനി ഉത്സവാഘോഷത്തിന്റെ 10 നാൾ. ഓണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു. തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര. CPM-നെയും BJP-യെയും വെല്ലുവിളിച്ച് VD സതീശൻ. ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരാൻ പോകുന്നുവെന്നാണ് സതീശന്റെ മുന്നറിയിപ്പ്. അതിന് താമസമില്ല. ഇക്കാര്യത്തിൽ അധികം കളിക്കേണ്ട. കേരളം ഞെട്ടിപ്പോകും. ഇന്നലെ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കാളയുമായി വന്നവർ ഉടൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തും. ആ കാളയെ ഉപേക്ഷിക്കേണ്ട. പാർട്ടി ഓഫീസിന്റെ മുന്നിൽ തന്നെ കെട്ടിയിടണമെന്നും താൻ ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. CPM-കാരും കരുതിയിരിക്കണമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകി. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോകും. അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോകും. അത് വരുന്നുണ്ട്. എത്ര കാലം ഇതുമായിട്ട് അല്ല നോക്കിക്കും. വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ല. കുടത്തിലുള്ളതിനേക്കാൾ വലിയ ഭൂതമാണ് വരാനുള്ളത്. കുടത്തിലുള്ളതിനേക്കാൾ വലിയ ഭൂതമാണ്. ഇലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക്? ഒരുപാട് ദിവസമില്ല ഇലക്ഷൻ. അത്ര ദിവസമൊക്കെ ഒരു കാര്യം ഇത്ര ദിവസം ഒന്നും പോകാൻ പാടില്ല.
നോക്കാം. പാലക്കാട് നിന്നാണോ? എന്തിനു വേണ്ടിയിട്ടാണ് CPM ഇത് നടത്തുന്നത്? CPM ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുകയാണ് എന്ന് മുതലാണ് CPM-ന് ശബരിമലയോട് ഈ ഭയമുണ്ടായത്. അപ്പോൾ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ പ്രീണനമാണ്. അപ്പോൾ ശബരിമലയെ പിടിച്ചിരിക്കുക, അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭൂരിപക്ഷ വർഗീയതയാണ് CPM ഉയർത്തുന്ന ആയുധം. പിന്നെ BJP-കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്ന് ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. എല്ലാവരും ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. സതീശന്റെ പരാമർശത്തിൽ താൻ ഇപ്പോഴേ ഞെട്ടിയെന്നായിരുന്നു ജോർജ് കുര്യന്റെ പ്രതികരണം. ഞാനിപ്പോൾ തന്നെ ഞെട്ടിയിരിക്കുന്നു എന്ന് ഞാൻ പ്രതികരിച്ചിരിക്കുന്നു. എന്നാൽ ശരി, അരിയുടെ കാര്യം കഴിഞ്ഞിപ്പോൾ അരിയുടെ വിശപ്പൊക്കെ കഴിഞ്ഞില്ല. നന്ദി, നമസ്കാരം. BJP-ക്ക് ചലഞ്ചുമായി സന്ദീപ് വാര്യരും രംഗത്ത് വന്നു. സതീശൻ പറഞ്ഞത് BJP കോർ കമ്മിറ്റി അംഗത്തെക്കുറിച്ചാണെന്ന പരോക്ഷ സൂചന നൽകി സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. കോൺഗ്രസിന്റെ മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എടുക്കുമോ എന്നും സന്ദീപ് ചോദിച്ചു. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരണ്, ഞെട്ടാൻ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. ഉടൻ ഞെട്ടിക്കുമോ സതീശൻ? കോൺഗ്രസ് നേതാവ് എന്ന നിലയിലല്ല വി ഡി സതീശൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കൂടിയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾക്കെതിരെ CPM-നെതിരെയും അതോടൊപ്പം തന്നെ BJP-ക്കെതിരെയുമാണ് അതീവ ഗുരുതരമായ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്. BJP-യോട് പറഞ്ഞത് BJP-ക്കാർ കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു കാളയുമായി പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. എന്തിനാണ് കാള ഉപയോഗിക്കുന്നത്, വിത്തുകാള എന്ന പ്രയോഗമൊക്കെ എന്തിൻ്റെ പേരിലാണ് നടത്തുന്നതെന്നൊക്കെ മലയാളികൾക്ക് സ്വാഭാവികമായും അറിയാവുന്നതാണ്, നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. ആ കാളയെ നിങ്ങൾ BJP-യുടെ ഓഫീസിൽ, സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുന്നിൽ തന്നെ കെട്ടിയിടണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ആവശ്യം വരും. രാജീവ് ചന്ദ്രശേഖരൻ്റെ, BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഈ കാളയുമായി BJP-ക്കാർക്ക് പ്രകടനം നടത്തേണ്ടി വരും. അധിക ദിവസം വൈകില്ല എന്നാണ് BJP-യോട് പറയുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് BJP-യിൽ നിന്ന് നേരത്തെ കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ ഒരു പടി കൂടി കടന്ന് ചില സൂചനകൾ നൽകുന്നത്. കോൺഗ്രസിനെ മാതൃകയാക്കി BJP കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുമോ, ചലഞ്ച് എന്ന് പറഞ്ഞാണ്. സ്വാഭാവികമായും ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് വി ഡി സതീശൻ പറയുന്ന ആരോപണം എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന നൽകുന്നതാണ്. വി ഡി സതീശൻ ഉന്നയിക്കുന്ന ആരോപണം അഴിമതി ആരോപണമൊന്നുമല്ല. അത് കാളയം കൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആരോപണമായിരിക്കും വരാൻ പോകുന്നത് എന്നത് കൂടി വളരെ വ്യക്തമാണ്. മറ്റൊന്ന്, CPM-നെതിരെയാണ് ഇങ്ങനെ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയുന്നത്. CPM-കാർ അധികം കളിക്കരുത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നത് കേരളം ഞെട്ടുന്ന വാർത്ത വരും എന്നതാണ്. കേരളം ഞെട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാളും വലിയ വാർത്തയാണോ, അധികം കാത്തിരിക്കേണ്ടി വരുമോ, അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനൊക്കെ ഏറെ കാലമുണ്ടല്ലോ. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ CPM-നെതിരെ ഗുരുതരമായ ഒരു ആരോപണം വരുന്നു. അത് കേരളം ഞെട്ടുന്ന ആരോപണമായിരിക്കും. BJP-യുടെ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ ഈ പറയുന്ന കാളയെ കൊണ്ടുപോകേണ്ട തരത്തിലുള്ള ആരോപണം, അതിപ്പോൾ ഏത് തരത്തിലുള്ള ആരോപണമാണെന്ന് അത് വളരെ വ്യക്തമാണ്. വിത്തുകാളയൊക്കെ ഏത് തരത്തിലാണ് സാധാരണ മലയാളികൾ ഉപയോഗിക്കുന്നതെന്നറിയാം. ആ തരത്തിലേക്കുള്ള ഒരു ആരോപണം BJP-യുടെ ഒരു പ്രധാനപ്പെട്ട കോർ കമ്മിറ്റി അംഗത്തിനെതിരെ വരുന്നു എന്നതുകൂടിയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ അത്യസാധാരണമായ ഒരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. സാധാരണഗതിയിലൊക്കെ രാഷ്ട്രീയ പ്രസംഗത്തിൽ നേതാക്കളൊക്കെ ആളുകളെ വെല്ലുവിളിക്കാറുണ്ട്, ഇത്തരത്തിലേക്കൊക്കെ പറയാറുണ്ട്. പക്ഷേ മാധ്യമങ്ങളെ വിളിച്ച് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തമാണ് ഇനി 2-3 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ പരമാവധി പോയാൽ ഒരാഴ്ചക്കുള്ളിലെങ്കിലും ഈ പറയുന്ന അധിക വരും ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൃത്യം ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ഒരാഴ്ച എന്ന് കണക്കെടുത്താൽ പോലും പരമാവധി പോയാൽ അതിനുള്ളിൽ ഈ രണ്ട് പാർട്ടികൾക്കെതിരെയും അതീവ ഗുരുതരമായ കേരളം ഞെട്ടുന്ന ആരോപണവും ഈ പറയുന്ന തരത്തിലുള്ള ആരോപണം BJP-ക്കെതിരെയും ഒക്കെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയോ നടത്തിയിട്ട് ഒളിച്ചോടുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അങ്ങനെ ആയിക്കോട്ടെ, CPM-നെതിരെ എല്ലാ ആരോപണം വരുന്ന CPM എന്തിനേയും വെല്ലുവിളി, അതേ വെല്ലുവിളി തന്നെ സ്വീകരിക്കുകയാണ് MV ഗോവിന്ദൻ. അതോടൊപ്പം തന്നെ BJP-യുടെ ഭാഗത്തു നിന്ന് ജോർജ് കുര്യൻ
രീതിയിലാണ് പ്രതികരിച്ചത്. ഞാൻ ഇപ്പോഴേ ഞെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ സതീശൻ കേരളത്തെ ഞെട്ടിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. അധികം വൈകില്ല എന്നാണ് സതീശൻ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചതും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായ നടപടിയിൽ ചൊല്ലി കോൺഗ്രസ് അണികൾക്കിടയിൽ ചേരിപ്പോര്. പാർട്ടി അനുഭാവ വാട്സപ്പ് ഗ്രൂപ്പുകളിലും തമ്മിലടി ശക്തമാണ്. രാഹുലിനെതിരെ ശക്തമായ വിമർശനമാണ് പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിലുള്ളത്. വിഷയം അടഞ്ഞ അധ്യായമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതിരോധിക്കുമ്പോഴും MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിലാണ് CPM-ഉം BJP-യും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചും ആക്ഷേപിച്ചും പാലക്കാട് യൂത്ത് കോൺഗ്രസിലും KSU-വിലും ചേരിപ്പോര് രൂക്ഷമാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് തമ്മിലടി. പാലക്കാടിനെ ഷാഫി ചതിച്ചെന്ന് വിമർശിക്കുന്ന ഒരു വിഭാഗം പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും ആരോപണമുന്നയിച്ചു. അശ്ലീല മെസ്സേജ് അയച്ചെന്നാണ് ആരോപണം. VT ബൽറാം അനുകൂലികളുള്ള വാട്സപ്പ് ഗ്രൂപ്പായ തിരിച്ചുപിടിക്കും തൃത്താല എന്ന ഗ്രൂപ്പിലും രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. മുൻ MP-യുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചെന്ന് ബൽറാം വിഭാഗം കുറ്റപ്പെടുത്തുന്നു. രാഹുലിനെ അനുകൂലിച്ച് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു. പുള്ളി ഉണ്ടാവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ, പാലക്കാട് ഉണ്ടാവുമ്പോൾ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകൾ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും, സംഭാഷണം ഒരുക്കും, പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭാഷണം ഒരുക്കും. അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണം. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിലുണ്ടാവും. നേതാക്കൾ ആരാണെങ്കിലും. ഇനിയിപ്പോൾ ഞാൻ ഒരു പേരെടുത്ത് ആരും പറയാതെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ വയ്യ. മാങ്കൂട്ടത്തിൽ പഴത്തൊലിയിൽ ചവിട്ടി വീണെന്നാണ് മുഖപ്രസംഗത്തിൽ വീക്ഷണത്തിന്റെ പരിഹാസം. ആയിരക്കണക്കിന് അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിക്കാതെ പോയ പരിഗണനയും അവസരങ്ങളും ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിശുദ്ധി പാലിക്കുന്നതിൽ വേണ്ട ജാഗ്രത കാണിച്ചില്ലെന്ന് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം കുറ്റപ്പെടുത്തി. ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളിൽ തൃപ്തികരമായ വിശദീകരണം നൽകാതെ ഒരു പരിഗണനയും വേണ്ടെന്ന നിലപാടിലാണ് AICC. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത്. ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. വിഷയം അടഞ്ഞ അധ്യായമാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാം? ആ സബ്ജക്റ്റിൻ്റെ മറവിൽ, ആ സബ്ജക്റ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നടപടി പോരെന്നും രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും ആവർത്തിക്കുകയാണ് CPM-ഉം BJP-യും. ന്യൂസ് ഡെസ്ക്, News 18. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ നിഷേധിക്കാത്തതിനാലാണ് സസ്പെൻഡ് ചെയ്തതെന്ന് K. മുരളീധരൻ. കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് രാഹുലാണ്. പുറത്തുവന്ന ഓഡിയോ സന്ദേശങ്ങൾ മിമിക്രിക്കാരെ ഉപയോഗിച്ച് ചെയ്തതാണോ എന്ന് പറയാൻ പറ്റില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കാരണം ഇങ്ങനൊരു പുകമറയുള്ള ഒരു സാഹചര്യത്തിലാണ്. അതല്ലാതെ കുറ്റം ചാർത്തപ്പെട്ട വ്യക്തി കുറ്റവാളിയാണെന്ന് പറയാൻ സാധ്യമല്ല. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയോട് രാജിവെക്കാൻ പറയുന്നത് ശരിയല്ല. പിന്നെ ഒരു MLA എന്നുള്ള എനിക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടാകാം. ഏതായാലും ഇത് ഗൂഢാലോചനയാണോ അല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ബന്ധപ്പെട്ട കക്ഷികളാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് തെളിയിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി സസ്പെൻഷൻ ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എടുത്തിയാടി ഒന്നും ചെയ്യാനില്ല. പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ രീതിയിൽ ഭംഗിയായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വനിതാ നേതാക്കൾക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ വിമർശനവുമായി K. മുരളീധരൻ രംഗത്ത് വന്നു. സൈബർ ആക്രമണം നടത്തുന്നവർ മൂടുതാങ്ങികളാണെന്നും ഇവർ പാർട്ടിക്കായി ഒരു ജോലിയും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉമാ തോമസിന്റെ പാരമ്പര്യം അറിയാത്തവരാണ് അവർക്കെതിരെ ആക്രമണം നടത്തുന്നത്. അക്രമകാരികളുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുൻപേ ഉമാ തോമസ് KSU-ൽ ഉണ്ടെന്നും K. മുരളീധരൻ പറഞ്ഞു. ഞാൻ പറയും, ഈ സൈബർ ആക്രമണം നടത്തുന്നവർ ഒരു ജോലിയില്ലാത്ത മൂടുതാങ്ങിയാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവരും സമരം നയിക്കുന്നവരുമായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരും ഇതിൻ്റെ പിന്നാലെ പോയില്ല, ഈ സൈബറിൻ്റെ പിന്നാലെ. ഉമാ തോമസിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്, ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവർ KSU-ലുണ്ടായിരുന്നു. ഉമാ തോമസ് എന്തറിയാണ്ട് ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ചില മൂടുതാങ്ങികൾ
പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി സൈബറുമായിട്ട് ഇറങ്ങിയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്തുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. UDF ആരോപണങ്ങളെ ചെറുത്തില്ല. LDF ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന പോലെ കോൺഗ്രസ് ചെയ്തില്ല. ആ തീരുമാനത്തെ ലീഗ് അഭിനന്ദിക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് ചർച്ച ചെയ്തത് ഉചിതമായ നടപടി ഉണ്ടാവണമെന്ന്. ആദ്യം അവർ സ്ഥാനത്ത് മാറ്റി, പിന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അസലായിട്ടുള്ള നടപടിയാണ് കോൺഗ്രസ് എടുത്തത്. അത് വളരെ മാതൃകാപരമാണ്. ആ ജനങ്ങളത് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബന്ധപ്പെട്ട ആൾക്ക് നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം കൊടുക്കുന്നത് നാച്ചുറൽ ജസ്റ്റിസ് മാത്രമാണ്. അത് കൊടുക്കാം. പക്ഷേ ആക്ഷേപം വന്നാൽ LDFിൻ്റെ മാതൃക, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞവനെ മുഴുവൻ അങ്ങോട്ട് കയറി വിമർശിക്കുക, പറഞ്ഞ ആളുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ആക്ഷേപം വന്ന ആളുകളെ ന്യായീകരിക്കുക. ആ നിലപാട് കോൺഗ്രസ് എടുത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് BJP നേതാവ് V. മുരളീധരൻ. അടുത്ത കാലത്തൊന്നും രാഹുലിന് പാലക്കാട്ടേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഇറങ്ങിയാൽ ജനങ്ങൾ ചൂലെടുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം MLA ആയി തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നുള്ള ഒരു സമീപനം, അങ്ങനെയുള്ള ഒരു ആവശ്യം പാലക്കാട്ടെ ജനങ്ങൾ ഉന്നയിച്ചത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഈ വ്യക്തിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് പൊതുസമൂഹത്തിൽ നിന്നുണ്ട്, മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ, അങ്ങനെയുള്ളവരുൾപ്പെടെ ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അമ്മത്തൊട്ടിലിൽ മാർച്ച് നടത്തി മഹിളാ മോർച്ച. രാഹുൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ അപമാനിച്ചുവെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KM ബിന്ദു പറഞ്ഞു. ഗോപികമാരെ പ്രണയിച്ച കൃഷ്ണനെ പോലെയാണ് രാഹുൽ കേരളത്തിൽ സ്ത്രീകളോട് പെരുമാറിയത്. പാലക്കാട്ടെ സ്ത്രീ സമൂഹത്തിന് വഴി നടക്കാൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എഴുത്തുകാരൻ ബെന്യാമിൻ. കേരളത്തിൽ മുമ്പില്ലാത്ത ആരോപണങ്ങളാണ് ഉയരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത്. കോൺഗ്രസ് നടപടി അഭിനന്ദനീയമാണെന്നും ബെന്യാമിൻ പറഞ്ഞു. കോൺഗ്രസ് ഇത്രയെങ്കിലും തീരുമാനം എടുത്തതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തെ പ്രാഥമികത്തിൽ. പക്ഷേ അതൊരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടിയായി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം തേഞ്ഞുമാഞ്ഞു പോകുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ എന്ന് ഞാൻ സംശയിക്കേണ്ടി വരും. ഒരു സ്ത്രീയോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന അദ്ദേഹത്തിൻ്റെ ചാറ്റുകളും അദ്ദേഹത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന ചാറ്റുകളും സംഭാഷണങ്ങളും മാത്രം കേട്ടാൽ മതി. ഒരിക്കലും ഒരു ജനപ്രതിനിധിയല്ല, ഒരു സാധാരണ മനുഷ്യൻ പോലും പറയാൻ പാടില്ലാത്ത വാക്കാണ് നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു നിമിഷം പോലും വേണ്ട എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സെന്തായിരിക്കുമെന്നാൽ ആ ഒറ്റ വാക്ക് മാത്രം മതി അദ്ദേഹം രാജിവെച്ച് പോകാനെന്നാണ് ഞാൻ കരുതുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ കാളയെ അധിക്ഷേപിച്ചത് കാട്ടി DGPക്ക് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതി. കണ്ടോൺമെന്റ് ഹൗസിലേക്ക് യുവമോർച്ചയാണ് മാർച്ച് നടത്തിയത്. മാർച്ചിൽ ജീവനുള്ള കാളയെ ഉപയോഗിച്ചുവെന്നും കണ്ണുകൾ മറയ്ക്കുന്ന രീതിയിൽ മുഖംമൂടി വെച്ചതായും മൂക്കുകയർ പിടിച്ച് വലിച്ച് കിലോമീറ്ററോളം നടത്തിച്ചതുമായാണ് പരാതി. മൃഗങ്ങളോടുള്ള ക്രൂരതയും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തലും ആണെന്നാണ് പരാതി. പ്രതിഷേധക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് പരാതി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ സംഭവത്തിൽ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ADGPക്കെതിരെ ആരാണ് അന്വേഷണം നടത്തിയെന്ന് ഹൈക്കോടതി ചോദിച്ചു. ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചതിൽ അസ്വാഭാവികതയില്ലേ? കീഴുദ്യോഗസ്ഥർ ക്ലീൻ ചിറ്റ് നൽകിയത് ശരിയായില്ല. ഹൈക്കോടതി ജഡ്ജിക്കെതിരെയുള്ള അന്വേഷണം ജില്ലാ കോടതി ജഡ്ജി നടത്തിയതുപോലെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. തനി ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് അസാധുവാക്കിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് MR അജിത് കുമാറിൻ്റെ ഹർജിയിലെ ആവശ്യം. കേസിൽ നാളെ വിധി പറയും.
കേരള സർക്കാർ സെപ്റ്റംബർ 20 നടത്തുമെന്ന് പ്രഖ്യാപിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ എത്തില്ല. പകരം തമിഴ്നാട് ദേവസ്വം മന്ത്രി P.K. ശേഖർ ബാബുവിനെ അയക്കും. ആഗോള അയ്യപ്പ സംഗമത്തിലെ മുഖ്യാതിഥിയായാണ് സ്റ്റാലിനെ ക്ഷണിച്ചിരുന്നത്. ദേവസ്വം മന്ത്രി V.N. വാസവൻ നേരിട്ട് പോയാണ് ക്ഷണിച്ചത്. വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന സമയത്തെ തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് പകരം ജനപ്രതിനിധിയെ അയക്കുന്നതെന്നാണ് പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്റ്റാലിൻ എത്തുന്നതിനെതിരെ സംഘപരിവാർ സംഘടനകൾ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ഇതേച്ചൊല്ലി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും തമ്മിൽ കൊമ്പുകോർത്തിരുന്നു. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം കാണുമെങ്കിൽ മാത്രമേ ഇത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു മനസ്സിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് യഥാർത്ഥത്തിൽ ഒരു ചുക്കും അറിയില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിനായി കേരളത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ സംരക്ഷണവും കൊടുക്കാനുള്ള ധൈര്യവും ശേഷിയും ഉള്ള മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. അതിനൊന്നും ഒരു ഉത്കണ്ഠയും ചന്ദ്രശേഖരൻ പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇതൊരു ഓർമ്മിക്കാതെ പറഞ്ഞ ഒരു പാഴ്വാക്കാറ്റ് മാത്രമേ കൂട്ടത്തിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കലാപം ശബരിമല മുമ്പ് ശബരിമലയിൽ ഉണ്ടായതുപോലെ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാക്കി പിന്നെ അതിൽ നിന്നും വല്ല മുതലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരു വിഷയം നോക്കുന്നത്. CPM ശബരിമലയുടെ പേരിൽ ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. സംഘപരിവാരമായാണ് എല്ലാ ഏർപ്പാടും. CPM തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നു. തങ്ങളെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. ചേർത്തലയിലെ സ്ത്രീകളുടെ കൊലപാതകത്തിലും തിരോധാനത്തിലും ദുരൂഹത ഉയർത്തി കൂടുതലിടങ്ങൾ. പ്രതി സെബാസ്റ്റ്യൻ സ്ഥിരമായി വന്നു പോയിരുന്ന വേളൂർ വട്ടത്തെ ഭൂമിയും സംശയത്തിന് നിഴലിലാണ്. ബിന്ദു പത്മനാഭൻ ഐഷ തിരോധാനങ്ങൾ സംഭവിച്ച കാലഘട്ടങ്ങളിൽ ഈ സ്ഥലം ദീർഘകാലം സെബാസ്റ്റ്യന്റെ കൈവശം വെച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ബിന്ദു പത്മനാഭൻ ഐഷ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയെന്ന് കണ്ടെത്താനാവാതെ അന്വേഷണ സംഘം കുഴയുകയാണ്. അതിനിടയിലാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പുതിയ ദുരൂഹതകൾ നിറഞ്ഞ ഇടങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പുരയിടമാണ്. അത് വർഷങ്ങളായി സെബാസ്റ്റ്യൻ തന്റേതെന്ന പേരിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 2006 ബിന്ദു പത്മനാഭനെ കാണാതെ 2017 ബിന്ദു പത്മനാഭന്റെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതായത് 2006 മുതൽ 2017 വരെയുള്ള കാലയളവിൽ 2013 ഐഷയും കാണാതാവുന്നു. ഈ കാലയളവിൽ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചു എന്ന് നാട്ടുകാർ കൂടി സ്ഥിരീകരിക്കുന്ന, അയാൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നാട്ടുകാർ കൂടി നമ്മളോട് സ്ഥിരീകരിച്ച സ്ഥലങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. വേളൂർവട്ടം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ ഭൂമി സെബാസ്റ്റ്യൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാളുടെ സ്ഥിര സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പരിസരവാസിയായ വീട്ടമ്മ നമ്മളോട് സ്ഥിരീകരിച്ചു. റോസമ്മയുടെ പുരയിടത്തിൽ കൈകാര്യം ചെയ്തതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ഈ പുരയിടത്തിലും JCB ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണ്ണ് നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ പുരയിടത്തിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീടും ഒപ്പം തന്നെ അതിലെ ആ ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങളും എല്ലാം ഉപയോഗിച്ചിരുന്നത് കൊണ്ടുപോയിരുന്നത് സെബാസ്റ്റ്യനാണ്. മാത്രമല്ല അവിടെ കുഴികൾ എടുത്തിരുന്നു. ഒപ്പം തന്നെ മണ്ണ് അയാൾ ആ പരിസരത്തുള്ള താല്പര്യക്കാർക്ക് അയാൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ നിരവധി ദുരൂഹതകൾ ആ കോമ്പൗണ്ടിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് പരിസരവാസികളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ പ്രോപ്പർട്ടിയാ വീടില്ലല്ലോ ഇപ്പൊ വിളിച്ചാ അല്ല ചേട്ടാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇയാളെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ആയിരുന്നു അത്? പിന്നെ ഇയാൾ ഇത്ര അധികാരം സ്വന്തം ബന്ധുവാണെന്നും പറഞ്ഞാൽ വരുന്നത് അത് വിൽക്കാനായിട്ട് ഇവിടെ പലരും ജമി ചോദിച്ചാൽ കൊടുക്കുന്നില്ലെന്നോ. ഇവിടെ വന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ വീട് വെള്ളിയാളത്താണ്, അമേരിക്കയിലെ മറ്റേ. അപ്പൊ അത് അവർ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു.
ഈ കേസിൽ ഏറ്റവും, അതായത് ജൈനമ്മ തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയത് ഓട്ടോ ഡ്രൈവറായ മനോജാണ്. മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് ഇത് ഈ പ്രോപ്പർട്ടി സെബാസ്റ്റ്യൻ്റെതാണ് എന്ന് പറഞ്ഞാണ് നമ്മളെ ഈ പ്രോപ്പർട്ടി കാണിച്ചു തരുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്ത് മത്സ്യവില്പന നടത്തുന്ന സ്ത്രീ ഉൾപ്പെടെ അവരുൾപ്പെടെ പറയുന്നത് സെബാസ്റ്റ്യൻ ഒരുപാട് നാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ ഈ കോമ്പൗണ്ടിൽ ഒരു ദുരൂഹത നിറഞ്ഞൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ അയാൾ കൃത്യമായി അയാളുടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അവർ നമ്മളോട് പറയുന്നു. നേരത്തെ ഇവിടെ വന്ന് ഇതൊക്കെ ഇട്ടിട്ട് പോകുമായിരുന്നു. പുള്ളിയുടെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ പറയാം ഞങ്ങൾ സ്വന്തമാണ് എന്നെ ഏർപ്പെടുത്തിയിരിക്കണമെന്നൊക്കെ പറയുമായിരുന്നു. അല്ലാതെ ഇതിനകത്ത് അവരതിനകത്ത് അവരുടെ പേരിലാഗ്രഹം ആരും കാണത്തില്ല. ഈ സ്ത്രീകൾ എവിടെ പോയി? അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ പള്ളിപ്പുറത്തെ അതിബുദ്ധിമാനായ ക്രിമിനലായ സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിൽ മാത്രമായിരിക്കില്ല മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ അത്രയധികം ആത്മവിശ്വാസം പുലർത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മറ്റിടങ്ങൾ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2006 കാലയളവ്, ബിന്ദുവിനെ കാണാതാവുന്ന 2006 കാലയളവ് മുതൽ ബിന്ദുവിന്റെ കാണാനില്ല എന്നുള്ള കേസും അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തുവെന്ന് ജനങ്ങൾ പുറത്തേക്കറിയുന്ന 2017 വരെയുള്ള കാലയളവിലും സെബാസ്റ്റ്യൻ ഈ വീട് തന്റേതായ എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണ സംഘവും പരിശോധിച്ചു വരികയാണ്. ഈ വീട് മറ്റൊരാളുടേതാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഉടമ മറ്റൊരാളാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ സെബാസ്റ്റ്യൻ എന്തിന് മറ്റുള്ളവരെല്ലാം, ആ പ്രദേശവാസികളെല്ലാം ഇത് തന്റേതെന്ന് തെറ്റിദ്ധരിപ്പിച്ചു? മാത്രമല്ല ചേർത്തല നഗരത്തിനുള്ളിൽ തന്നെ പ്രധാന പാതയോട് ചേർന്ന് കിടക്കുന്ന കാട് പിടിച്ച പ്രോപ്പർട്ടിയാണ്. അവിടെ ഒരു വീടുണ്ടായിരുന്നു, അതുൾപ്പെടെ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. നിരവധി കുഴികൾ ആ കോമ്പൗണ്ടിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് വ്യക്തമാക്കുന്നത്, അന്വേഷണത്തിൽ ബോധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ ആ പ്രദേശത്ത് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വിവിധ കാലയളവിൽ സെബാസ്റ്റ്യൻ പുരയിടം തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ മദ്യപാന സദസ്സുകൾ അടക്കം വൈകുന്നേരം നടന്ന ഒരു കോമ്പൗണ്ടും ആ വീടും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കടബാധ്യതയെ തുടർന്ന് പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തതിൽ CPM-നെതിരെ ആരോപണവുമായി കോൺഗ്രസ്. ആര്യനാട് കോട്ടയ്ക്കകം വാർഡംഗം ശ്രീജ ആത്മഹത്യ ചെയ്തത് CPM നേതാക്കൾ അവമാനിച്ചതിനെ തുടർന്നാണ് ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കുടുംബം പരാതി നൽകി. മരണകാരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും പോലീസിൽ പരാതി നൽകി. പലരിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ കടം വാങ്ങിയ ശ്രീജയെ ഇന്ന് പുലർച്ചെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ആസിഡ് കുടിച്ചായിരുന്നു മരണം. ശ്രീജയ്ക്കെതിരെ ഇന്നലെ CPM പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബവും കോൺഗ്രസും ആരോപിക്കുന്നു. ഈ വിഷയം എവിടെ ഒരുമാതിരി മോശമായുള്ള രീതിയിൽ സംസാരിച്ച് ആ മനോവിഷമം കൊണ്ട് അവൾ ചെയ്തു. ഇതിനൊരു നടപടിയെടുക്കണം. പൊതുയോഗാരണ ജംഗ്ഷനിൽ സ്ത്രീ ജനങ്ങൾ CPM-ന്റെ ആൾക്കാർ സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് CPM. അധിക്ഷേപിക്കുക, എന്നിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക. അതിൽ മനംനൊന്താണ് അവർ ആത്മഹത്യ. ആരോപണങ്ങൾ നിഷേധിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും പറഞ്ഞു. കടം വാങ്ങിയ തുക തിരികെ ആവശ്യപ്പെട്ട നിരവധി ആളുകൾ പഞ്ചായത്ത് ഓഫീസിലെത്തിയിരുന്നു. പഞ്ചായത്ത് അംഗത്തിന്റെ കടം തീർക്കാൻ കോൺഗ്രസ് മുൻകൈ എടുക്കണമെന്ന ആവശ്യപ്പെട്ടായിരുന്നു സമരമെന്നും CPM. നേരത്തെ ഇവർ പൈസ കൊടുക്കും. ആളുടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത രീതിയിലൊരു മാനസികാവസ്ഥയാണ് അവർക്കുള്ളത്. ഇനി അതിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു ഭയപ്പാടാണ് ഇപ്പോൾ നമുക്കുണ്ടായിരുന്നത്. നേരത്തെ രണ്ടുപേരിലും അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു. രണ്ടിലും ഒരു ജീവനും അല്ലെങ്കിൽ ഒരു ആപത്തും ഉണ്ടാവരുതെന്ന ആഗ്രഹമാണ് നമുക്കുള്ളത്. അതനുസരിച്ച് നമ്മൾ പരമാവധി ഇടപെടുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കടം പെരുകിയതോടെ കുറച്ചുനാൾ ശ്രീജ വീട് വിട്ട് മാറി നിന്നിരുന്നു. ആ സമയത്തും ഇവർക്കെതിരെ CPM-ന്റെ പ്രതിഷേധവും പ്രചാരണവും ഉണ്ടായിരുന്നു. ആശുപത്രിക്ക് മുന്നിലും ആര്യനാട് പോലീസ് സ്റ്റേഷനിലും ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ അരുവിക്കര MLA G. സ്റ്റീഫനെ തടഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും പ്രതിഷേധമുണ്ടായി. ന്യൂസ് 18 തിരുവനന്തപുരം.
കോതമംഗലം ഊന്നുകല്ലിൽ വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ സ്ത്രീയുടെ ജഡം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയുടെ കാറിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ കിട്ടി. വേങ്ങൂർ സ്വദേശിനി ശാന്തയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 22-ാം തീയതിയാണ് ആളൊഴിഞ്ഞ വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. ശാന്തയുടെ ആൺ സുഹൃത്തായ അടമാലി സ്വദേശിയുടെ കാറിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ കിട്ടിയത്. രാജേഷ് ഒളിവിലാണ്. സംഭവത്തിന് ശേഷം പ്രതി കാറ് ഒരു കടയിൽ ഏൽപ്പിച്ച് മുങ്ങുകയായിരുന്നു. പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇടുക്കി ബൈസൺ വാലിയിൽ വയോധികനെ വെട്ടിക്കൊന്നു. ഓലിക്കൽ സുധനാണ് കൊല്ലപ്പെട്ടത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് സമീപവാസി അജിത്താണ് വെട്ടിയത്. പ്രതി രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് സംഭവം. ബൈസൺ വാലി ചൊക്രമുടി പാറക്കാവ് ഭാഗത്ത് വെച്ചായിരുന്നു കൊലപാതകം. പ്രദേശവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചയാൾ മരിച്ചു. കുളക്കട സ്വദേശിയായ 50-കാരനാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 5 മാസം മുമ്പ് നായ കടിച്ചതിനെ തുടർന്ന് ഇയാൾ ആൻറ്റി റാബീസ് വാക്സിൻ എടുത്തിരുന്നു. എന്നാൽ പിന്നീടുള്ള വാക്സിൻ ഡോസുകൾ ഇയാൾ എടുത്തിരുന്നില്ല. വിനീഷ് ശരിയാണ്. വിനീഷ്, എന്താണ് സംഭവിച്ചത്? ഇയാളെ ഇപ്പോൾ കൂടുതൽ ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുകയാണോ? രഞ്ജിത്ത്, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഇന്ന് ഒരു 3 മണിയോട് കൂടിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ശാരീരികമായിട്ട് അസ്വസ്ഥതകളെ തുടർന്ന് ഇയാൾ ചികിത്സ തേടി എത്തുന്നത്. തുടർന്ന് ഇയാൾക്ക് രോഗം മൂർച്ഛിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതായത് പേവിഷബാധയുടെ ചില ലക്ഷണങ്ങൾ ഇയാൾ കാണിച്ചു. അങ്ങനെയാണ് ഡോക്ടർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. ഉടൻ തന്നെ ആംബുലൻസിൽ ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ സാഹചര്യം ഉണ്ടായി. പുറത്തു വരുന്ന വാർത്ത ഇയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു വാർത്തയാണ്. പെരുങ്കുളം സ്വദേശി, കൊട്ടാരക്കര പെരുങ്കുളം സ്വദേശിയായ 52 വയസ്സുള്ള ബിജുകുമാറാണ് മരിച്ചത്. ബന്ധുക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഏകദേശം 5 മാസം മുൻപ് ഇയാളെ തെരുവുനായ ആക്രമിച്ചിരുന്നു. തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും 1 ഡോസ് വാക്സിൻ എടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇയാൾ വാക്സിനുകളൊന്നും എടുത്തില്ല. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശവും പാലിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് ചില സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും വലിയ ദുഃഖകരമായ വാർത്തയാണ്. മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത്. ബന്ധുമിത്രാദികളെല്ലാം തന്നെ അവിടെയാണ് ഉള്ളത്. ഇതിന്റെ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കൂടി വരാനുണ്ട്. രഞ്ജിത്ത്, പേവിഷബാധ സ്ഥിരീകരിച്ച ആൾ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. കുളക്കട സ്വദേശിയായ 50-കാരനാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് ചികിത്സയിലിരിക്കെ ആണ് മരണം സംഭവിക്കുന്നത്. 5 മാസം മുമ്പ് നായ കടിച്ചതിനെ തുടർന്ന് ഇയാൾ ആൻറ്റി റാബീസ് വാക്സിൻ എടുത്തിരുന്നു. ഇടവേള. നല്ല പ്രായമുള്ള ഒരു അപ്പാപ്പൻ പോലും ലാലേട്ടനെ വിളിക്കുന്നത് ഏട്ട അല്ലെങ്കിൽ ഏട്ടനാണ്, ലാലേട്ടനാണ്. അതെന്റെ പേരായി മാറി. ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? ഞാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ദൃശ്യം 3ന്റെ അപ്ഡേറ്റ് എന്താണ് ലാലേട്ടൻ? അപ്പൊ നമുക്കറിയാം മലയാളത്തിൽ കഥ കേൾക്കണം. കഥ കേൾക്കണ്ട. മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ചു എന്നാണ് ഞങ്ങൾ ലാലേട്ടനെ കാണുന്നത്. എത്രയോ സിനിമകളുണ്ട്. പഴയ സിനിമകൾ തന്നെ എടുത്ത് കണ്ടാ പോലെ. അല്ല, വീണ്ടും കാണുക. അതറിയില്ല. അങ്ങനെ കഥാപാത്രം വരട്ടെ. അയ്യോ, എനിക്കൊന്നും ഭയ കണ്ണൊക്കെ പൊത്തി കാതൊക്കെ പൊത്തി. കണ്ണ പൊത്തിയല്ല, ആരെങ്കിലും മൈക്ക് കൊണ്ട് കണ്ണിലിരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ലാലേട്ട ഈ സ്ത്രീകൾക്ക് ലാലേട്ടനോട് ഇത്ര ഒരു താല്പര്യം? അവരുടെ ഒക്കെ മനസ്സിലൊരു ഭർത്തൃസങ്കല്പം ആവാനാണ്. വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. UDF-നെ അധികാരത്തിലേറ്റാൻ നേതൃത്വത്തിന്റെ മുൻനിരയിൽ നിൽക്കണമെന്ന് KC വേണുഗോപാലിനോട് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്. മുസ്ലിം സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളാണ് ഇക്കാര്യം പറഞ്ഞത്. ഡൽഹിയിൽ അഹമ്മദ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരദാന ചടങ്ങിലായിരുന്നു തങ്ങളുടെ പ്രതികരണം. UDF-നെ അധികാരത്തിലേറ്റി ലീഗ് നൽകിയ പുരസ്കാരം ജനങ്ങൾക്ക് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുത്ത് പ്രിയങ്ക ഗാന്ധി. സുപോളിൽ നിന്ന് ദർഭംഗയിലേക്കാണ് ഇന്നത്തെ യാത്ര നടന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, RJD നേതാവ് തേജസ്വി യാദവ് എന്നിവരും 10ാം ദിനത്തിലെ റാലിയിൽ പങ്കെടുത്തു. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വോട്ടർ അധികാർ യാത്ര ഇന്ന് പുനരാരംഭിച്ചത്. യാത്രയിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നാളെ ബീഹാറിലെത്തും എന്നാണ് വിവരം. അഖിലേഷ് യാദവ്, സിദ്ധരാമയ്യ, ഹേമന്ത് സോറൻ, സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവരും യാത്രയ്ക്കെത്തും. സെപ്റ്റംബർ 1 പട്നയിലാണ് സമാപനം. അത്തം പിറന്നു. ഇനി പൊന്നോണക്കാലം.
ഓണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു. അടുത്ത 10 ദിവസം വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം നിറയും. ഇത്തവണ അത്തം 10-ന് പകരം 11-ാം നാളാണ് തിരുവോണം. ഐതിഹ്യമനുസരിച്ച് മഹാബലിയെ വരവേൽക്കാനാണ് പൂക്കളം ഒരുക്കുന്നത്. ഓണമായതോടെ മലയാളികൾക്ക് ഇനി ഉത്സവ നാളുകളാണ്. മലയാളികളെ പൊന്നോണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം, തൃപ്പൂണിത്തുറയുടെ പ്രൗഢിയും പഴമയും വിളിച്ചോതുന്ന അത്തച്ചമയം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി എം. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സമത്വസുന്ദര ലോകമെന്ന ചിരകാല സ്വപ്നം സാർത്ഥകമാക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളി ഓണം ആഘോഷിക്കുകയാണ്. ലോകത്തിന്റെ ഏതിരുണ്ട കോണിലുള്ളവനും വിശക്കാതെ ഉറങ്ങുന്ന മനോഹരമായ സ്വപ്നത്തെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മലയാളി. ആ ആഘോഷത്തിന്റെ ഔദ്യോഗികമായ തുടക്കമാണ് തൃപ്പൂണിത്തുറയിലെ ഈ രാജവീഥികളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മന്ത്രി എം. രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചവിട്ടി താഴ്ത്തിയവന്റെ ആഘോഷമല്ല ഓണം, ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമാണ് ഓണമെന്നാണ് മന്ത്രി ആ അവസരത്തിൽ നമ്മളോട് പറഞ്ഞത്. ഓണം സമത്വത്തിന്റെ, സമഭാവനയുടെ ആശയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എത്ര ചവിട്ടിത്താഴ്ത്തിയാലും സമത്വ ദർശനം ഏത് പാതാളത്തിൽ നിന്നാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന ആശയമാണ്, എന്ന ഐതിഹ്യമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത്. ചവിട്ടിത്താഴ്ത്തിയതിന്റെ ആഘോഷമല്ല, ചവിട്ടിത്താഴ്ത്തിയതിനെ അതിജീവിക്കുന്നതിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കൂടി ആശയമാണ്, ആഘോഷമാണ് ഓണം എന്നത്. മന്ത്രി പി. രാജീവാണ് പതാക ഫ്ലാഗ് ഓഫ് ചെയ്തത്. അത്തച്ചമയത്തിന്റെ പതാക ഫ്ലാഗ് ഓഫ് ചെയ്തത്. തുടർന്ന് നടൻ ജയറാം ഘോഷയാത്രയുടെ പതാകയും ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഘോഷയാത്ര അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്ലോട്ടുകൾ, നിശ്ചല ദൃശ്യങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ട് വിവിധ വൈവിധ്യങ്ങൾ വിളിച്ചോതുന്ന, വിവിധ സബ്ജക്റ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള വിവിധ പ്ലോട്ടുകൾ ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് ഈ ഘോഷയാത്രയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചവിട്ടിയവനും ചവിട്ടി താഴ്ത്തിയവനും ഇല്ലാതാകുന്ന ലോകമാണ് മലയാളി സ്വപ്നം കണ്ടത്. ചവിട്ടിയവൻ ദൈവമായിട്ട് കൂടി ആ ദൈവത്തെയോട് കട്ടായം പറഞ്ഞ് മലയാളി ഓണം ആഘോഷിക്കുകയാണ്. ആത്യന്തിക മാനുഷിക നന്മകൾ ഏത് പാതാളത്തിൽ നിന്നും തിരിച്ചു വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മലയാളി ഓണമെന്ന സങ്കല്പത്തെ മനോഹരമായ ഒരു ഉത്സവമാക്കി മാറ്റിയത്. ജാതിമത ഭേദമന്യേ എല്ലാവരും അണിനിരക്കുന്ന ഉത്സവമായി ഓണം മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചടങ്ങുകൾ അത്തം മുതൽ 10 നാൾ അത്തച്ചമയാഘോഷത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തിരക്കുകളാണ്. ഇനി അങ്ങോട്ട് ഓരോരുത്തരും ഈ നല്ല മൊമെന്റ്സിന് വേണ്ടിയിട്ട്, ഏറ്റവും സന്തോഷപൂർണ്ണമായ മൊമെന്റ്സിന് വേണ്ടിയിട്ട് പല രാത്രികളിൽ ഉറക്കമൊഴിച്ചിരുന്നാണ് ഇന്നൊരു ദിവസത്തിന് വേണ്ടി ഇവിടെയുള്ളവരെല്ലാവരും കാത്തിരുന്നത്. എനിക്ക് പിന്നിലായിട്ടുള്ള ഈ ലഹരി വിരുദ്ധ സന്ദേശം ഉൾപ്പെടെ രമണൻ, അതുപോലെ തന്നെ പഹൽഗാം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നിരവധി പ്ലോട്ടുകളാണ് ഈ വീഥികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം നവമിയുണ്ട് മറ്റു ചില ദൃശ്യങ്ങളുമായി. ആനയും അമ്പാരിയും രാജപല്ലക്കും തെയ്യവും തിറയും കലാപ്രകടനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ദൃശ്യവിരുങ്ങൊക്കുന്ന ഘോഷയാത്ര നഗരം ചുറ്റുകയാണ്. മലയാളികൾക്ക് ആഘോഷം എന്നാൽ ഓണമാണ്. ഓണം തുടങ്ങുന്നത് അത്തച്ചമയത്തില്. 400 കലാകാരന്മാർ, 23 നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ കലാരൂപങ്ങളും ഇവിടെ എത്തുന്നവരുടെ കണ്ണിനും മനസ്സിനും ഏറെ സന്തോഷമാണ് നൽകുന്നത്. തിരുവാതിര, കൈകൊട്ടിക്കളി, മാർഗംകളി, ഒപ്പന ഇതെല്ലാം തന്നെ മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത ഉദാഹരണമായി മാറുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഉത്സവമായ ഓണത്തിന്റെ ഒരാഘോഷത്തിന്റെ തുടക്കമാണ് ഈ തൃപ്പൂണിത്തുറയിൽ കൊടിയേറിയത്. ഇത് കാണുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നതും. കുട്ടികളും മുതിർന്നവരുമൊക്കെ നിരവധി പേർ ഈ വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് രാവിലെ മുതൽ ഇവിടെ എത്തി നിൽക്കുകയാണ്. എപ്പോ എത്തി? എല്ലാം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? ചേച്ചിമാരെ, അവരാണ് ഇഷ്ടപ്പെട്ടത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ അത്തച്ചമയം? വളരെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. ഇവിടെ ഓണം കലക്കുമല്ലേ ഇനി? അതെ, കളറാക്കി. ഓണം തിരക്കൊക്കെ തുടങ്ങി. അതെ, ഇനി ഒരുപാട് ബാക്കിയുണ്ടല്ലേ അല്ലേ? ഒരുപാട് കാഴ്ചകളും ഉണ്ട്. അതെ, ഓണാഘോഷമൊക്കെ എവിടെ വരെ എത്തി? ഓണം അടുത്തെത്തിയില്ലേ, ഇനി എന്ത്? പറഞ്ഞോ. എങ്ങനെയുണ്ട് ഓണം? നന്നായിരിക്കുക, അത്തം നന്നായിരിക്കണം. വെയിലാണ്, മഴയിലാണ്ട് നല്ല രീതിയിൽ നടക്കുന്നു. എല്ലാവർക്കും കാണാൻ അവസരം ഉണ്ടായി. നല്ല നല്ല പരിപാടികളാണ്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഓണം വരെ നടക്കണം നല്ലപോലെ. ഓണം വരെ ഈ ഒരു നല്ല കാലാവസ്ഥ ആയിക്കോട്ടെ. ഈ അത്തച്ചമയത്തിന്റെ വർണ്ണം പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഓണം മനോഹരമായി തീരട്ടെ എന്ന് തന്നെയാണ് ഇവിടെയുള്ളവരെല്ലാവരും പറയുന്നത്. വലിയ ആഘോഷങ്ങൾ തന്നെയാണ് അത്തച്ചമയത്തിന്റെ ഭാഗമായി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത്. പുലിക്കളി, ചെണ്ടമേളം, വാദ്യ ഉപകരണങ്ങളും വിവിധ കലാരൂപങ്ങളുമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ
തവണ പാതകങ്ങളൊക്കെ ഇട്ട പുലിയെയാണ് കാണാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, നിരവധി കലാരൂപങ്ങളാണ് ഈ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാണ്, ആഘോഷമാണ്. എറണാകുളം മൂവാറ്റുപുഴയിൽ തട്ടിപ്പ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥ അറസ്റ്റിൽ. മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ റൈറ്റർ ശാന്തി കൃഷ്ണനെയാണ് അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് രസീതുകളിലും ബാങ്കിലടയ്ക്കുന്ന തുകകളിലും കൃത്രിമം കാട്ടി 16 ലക്ഷത്തിലധികം രൂപയാണ് ശാന്തി കൃഷ്ണ തട്ടിയെടുത്തത്. പോലീസ് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയതിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പട്ടാമ്പിയിൽ രോഗിയുമായി പോയ ആംബുലൻസിന് തടസ്സം സൃഷ്ടിച്ച് കാർ ഓടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിനെതിരെ ആംബുലൻസ് ഡ്രൈവർമാർ പരാതി നൽകി 2 ആഴ്ചയായിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. ഈ മാസം 11-നാണ് ശ്വാസതടസ്സം നേരിട്ട 15-കാരിയുമായി വാണിയംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിന് മുന്നിൽ തടസ്സമുണ്ടാക്കി കാർ ഓടിച്ചത്. പട്ടാമ്പി മുതൽ വാണിയംകുളം വരെയും കാർ ആംബുലൻസിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മാർഗം തടസ്സപ്പെടുത്തിയ കാറുകാർക്കെതിരെ ആംബുലൻസ് ഡ്രൈവർ പട്ടാമ്പി പോലീസിലും RTO ഓഫീസിലും പരാതി നൽകി. എന്നാൽ 2 ആഴ്ചയായിട്ടും ജോയിന്റ് RTO ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. ദുർബലമായ വകുപ്പ് ചുമത്താൻ അവർ ആദ്യം പറഞ്ഞു. 193 സെക്ഷനാണ് SI സാർ പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടത്. അങ്ങനെ ആ സെക്ഷൻ ഇട്ട് അവർ ഫൈൻ അടക്കാൻ പറഞ്ഞപ്പോൾ ഫൈൻ അടക്കാൻ ആ പാർട്ടിക്കാർ തയ്യാറല്ല. അത് പിന്നെ കേസാക്കി FIR ഇട്ടു. FIR ഇട്ട് FIRന്റെ കോപ്പി നമ്മുടെ അടുത്തുണ്ട്. പരാതി കൊടുത്തതിന് റെസീറ്റിന്റെ കോപ്പി നമ്മുടെ അടുത്തുണ്ട്. അതേ ദിവസം തന്നെ 12-ാം തീയതി തന്നെ RTO ഓഫീസിൽ നമ്മൾ പരാതി കൊടുത്തു. പലതവണ ജോയിന്റ് RTO ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും കാറിന്റെ RC ഓണറെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് അധികൃതർ പറഞ്ഞത്. പ്രാധാന്യമുള്ള കേസിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 4 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസിന്റെ പിടിയിലായി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു ഒഡീഷ സ്വദേശി അമിത് കുമാർ അഗർവാൾ പിടിയിലായത്. കർണാടക, ബീഹാർ തുടങ്ങിയ ഇടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും മൊത്തമായി കഞ്ചാവ് എത്തിച്ച് ചെറുകിട ഇടപാടുകാർക്ക് ഉൾപ്പെടെ എത്തിച്ചു നൽകുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ അമിത് കുമാർ. നാഗർകോവിലിൽ വരെ ട്രെയിൻ മാർഗം എത്തിയ ശേഷം KSRTC ബസ്സിൽ കേരളത്തിലേക്ക് കടത്തുന്നതിനിടയിലാണ് പിടിയിലായത്. കോതമംഗലത്ത് 3.5 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. ഒഡീഷ സ്വദേശി ഭീമോ ബീറോ ആണ് പിടിയിലായത്. കഞ്ചാവ് ട്രെയിൻ മാർഗം കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് എക്സൈസിന്റെ തീരുമാനം. ലഹരി ബോധവൽക്കരണ ഫ്ലാഷ് മോബുമായി എക്സൈസ് വകുപ്പ്. എൻലൈറ്റ് തൃത്താലയുടെ നേതൃത്വത്തിൽ കരുതലും കൈത്താങ്ങും കൂടെയുണ്ട് പദ്ധതിക്കും തുടക്കമായി. വാർഡ് തലങ്ങളിൽ ബോധവൽക്കരണം നടപ്പാക്കാനാണ് ലക്ഷ്യം. സാമൂഹിക ജീവിതം ലഹരിമുക്ത സമൂഹം എന്ന ആശയത്തിലാണ് തൃത്താലയിൽ കരുതലും കൈത്താങ്ങിനും കൂടെയുണ്ട് ലഹരിമുക്ത പദ്ധതി ആവിഷ്കരിക്കുന്നത്. ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ വാർഡ് തലങ്ങളിൽ വിവിധ പരിപാടികൾ നടത്തി ജനകീയ ബോധവൽക്കരണം നടത്താനാണ് ലക്ഷ്യം. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന എൻലൈറ്റ് പദ്ധതിയുടെ ഭാഗമായി അൻപോടെ തൃത്താല, എക്സൈസ് വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലഹരിമുക്ത ക്യാമ്പയിൻ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ലഹരിക്കെതിരെ രക്ഷകർത്താക്കൾക്ക് പരിശീലനം നൽകുന്ന റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലനം സംഘടിപ്പിച്ചു. നമുക്കിതിനെ ഒരു മാസ്റ്റർ ട്രെയിനേഴ്സൊക്കെ അല്ലെങ്കിൽ റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. എല്ലാ പഞ്ചായത്തിലേക്കും അത് കഴിഞ്ഞാൽ എല്ലാ വാർഡിലേക്കും നമുക്ക് പോകണം. വീട്ടുമുറ്റ ബോധവൽക്കരണ പരിപാടികൾ നടത്തണം. ഓരോ വീട്ടുമുറ്റത്തും ഈ സന്ദേശം എത്തണം. അപ്പം അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. കാരണം അപ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ സമൂഹത്തെ ആകെ മൊബിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോഴേ ജനങ്ങളെ ആകെ അണിനിരത്താൻ കഴിയും. കുടുംബശ്രീയെയും പദ്ധതിയുടെ ഭാഗമാക്കും. ലഹരി ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ഫ്ലാഷ് മോബും സംഘടിപ്പിക്കും. ന്യൂസ് 18 തൃത്താല. ലഹരിക്കെതിരെ വേറിട്ട പ്രചരണ പരിപാടിയുമായി മനുഷ്യാവകാശ സംഘടനയായ NCHDR
സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി കൊച്ചിയിലെ കടകളിൽ രാത്രി 9 മുതൽ പുലർച്ചെ 4 വരെ ലഹരിക്കെതിരെ ലഘുലേഖകൾ കൊടുത്ത് പ്രചാരണം നടത്തി. സംസ്ഥാന സെക്രട്ടറി നിസാം പനയിക്കുളം, എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കോട്ടപ്പുറം, സെക്രട്ടറി അശ്വതി, സ്റ്റേറ്റ് കോർഡിനേറ്റർ രാധാകൃഷ്ണൻ, അൻസാർ കടുപ്പാടം, മെൽക്കം ഡിസിൽവ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ പ്രഖ്യാപിച്ച 50% താരിഫ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഇത് സംബന്ധിച്ച കരട് നോട്ടീസ് ട്രംപ് ഭരണകൂടം പുറത്തിറക്കി. ഇന്ത്യയുമായി സമവായത്തിനില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് US നടപടി. ട്രംപ് മധ്യസ്ഥത വഹിച്ച യുക്രൈൻ റഷ്യ സമാധാന നീക്കം പരാജയപ്പെട്ടതോടെയാണ് US നീക്കം. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ആര് എണ്ണ നൽകിയാലും വാങ്ങുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ പറഞ്ഞു. ലോകം സ്വന്തം സാമ്പത്തിക താൽപ്പര്യത്തിന്റെ പുറത്ത് രാഷ്ട്രീയം കളിക്കുന്ന തിരക്കിലാണെന്നും ഇന്ത്യക്ക് മേലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ചെറുകിട കർഷകർ, സംരംഭകർ, ക്ഷീര കർഷകർ എന്നിവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും മോദി അഹമ്മദാബാദിൽ പറഞ്ഞു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടുവെന്ന് വീണ്ടും ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശത്രുരാജ്യത്തിന്റെ 5 അല്ല 7 യുദ്ധവിമാനങ്ങൾ ഒരു രാജ്യം വീഴ്ത്തിയെന്നാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന. എന്നാൽ ഏത് രാജ്യമാണ് യുദ്ധവിമാനങ്ങൾ തകർത്തതെന്ന് ട്രംപ് വ്യക്തമാക്കിയില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കേണ്ടിയിരുന്ന ആണവയുദ്ധം തടയുന്നതിൽ തന്റെ പങ്ക് നിർണായകമായെന്നും ട്രംപ് പറയുന്നു. കാസർഗോഡ് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന മോഷ്ടാക്കൾ. കാഞ്ഞങ്ങാട് പുല്ലൂരിലെ പൊതുപ്രവർത്തകനും പ്രവാസിയുമായ പി പത്മനാഭന്റെ വീട്ടിലാണ് മോഷ്ടാക്കൾ കയറിയത്. മുൻവാതിൽ പൊളിച്ച് വീടിനകത്ത് കടന്ന ഇവർ 1.5 ലക്ഷത്തോളം രൂപയുടെ ദിർഹം കവർന്നു. സംഭവം നടക്കുമ്പോൾ പത്മനാഭന്റെ ഭാര്യ സൗദാമിനി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട ഇവർ ഭർത്താവ് പത്മനാഭനെ വിവരമറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ നാട്ടുകാർ വീടിനകത്തേക്ക് കടന്നതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അമ്പലത്തറ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളിൽ ഹെൽമറ്റ് ധാരികളായ 2 പേർ വാതിൽ തകർക്കുന്ന ദൃശ്യങ്ങളും ഗേറ്റ് ചാടി കിടക്കുന്നതും പതിഞ്ഞിട്ടുണ്ട്. അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ ഗോൾഡ് ലോൺ ബ്രാഞ്ച് പാലക്കാട് എടത്തനാട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ PK ശശി ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് മാനേജർ അഫ്സൽ NP, ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകരുടെ ചെറിയ സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും സ്വരൂപിക്കുന്നതിന് സൗകര്യമൊരുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് MD അജിത് പാലാട്ട് പറഞ്ഞു. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ 22ാമത്തെ ബ്രാഞ്ച് ഇന്ന് മലയോര ഗ്രാമപ്രദേശമായ പാലക്കാട് മലപ്പുറം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കാർഷിക ഗ്രാമമായ എടത്തനാട്ടുകരയിൽ നമ്മുടെ മണ്ണാർക്കാട് MLA ശ്രീ അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ അവർക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇന്ന് അത്തമാണ്, നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. ഈ ചിങ്ങപ്പുലരി എടത്തനാട്ടുകാർക്ക് UGS ഗ്രൂപ്പിന് സമ്മാനമാണ് ഈ പുതിയ ബ്രാഞ്ച്. ഈ ഓണം അനുബന്ധിച്ച് എല്ലാ നിക്ഷേപകർക്കും അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ പുതിയ ഓഫറാണ്. ഈ ഓണത്തോടനുബന്ധിച്ച് എല്ലാ നിക്ഷേപങ്ങൾക്കും അതുപോലെ എല്ലാ ഗോൾഡ് ലോണുകളും അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും UGS ഗ്രൂപ്പിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഒരു ഓണക്കോടി ഞങ്ങൾ സമ്മാനമായി നൽകുന്നുണ്ട്. PN പണിക്കർ സ്മാരക നവോദയ ഗ്രന്ഥശാലയുടെയും ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ വൈക്കത്ത് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെയും പ്രമുഖ സാഹിത്യ സാംസ്കാരിക നായകൻ MK സാനു മാഷിന്റെയും അനുസ്മരണം നടത്തി. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് PK ഹരികുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ KG രാമേന്ദ്രൻ നായർ, മോഹൻ D. ബാബു, ഡോക്ടർ വിദ്യാ വിജിത്ത്, സംവിധായകൻ വിജീഷ് മണി, പ്രദീപ് മാളവിക, മനീഷ് KM എന്നിവർ സംസാരിച്ചു. കൊട്ടാരക്കരയിൽ നട്ടലിന് ചികിത്സ നടത്തുന്ന മത്സ്യത്തൊഴിലാളിക്ക് വീട് വെച്ച് നൽകി സഹപ്രവർത്തകർ. കൊല്ലം മങ്ങാട് അപ്പോളോ നഗറിലാണ് ചെറുകിട മത്സ്യ കച്ചവട കൂട്ടായ്മ വീട് വെച്ച് നൽകിയത്. ചോർന്നൊലിച്ച കുടിലിൽ അന്തി ഉറങ്ങിയിരുന്ന കുടുംബത്തിന് പുതിയ വീട് ആശ്വാസമായി. രണ്ട് പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന സിദ്ദിഖിന്റെ കുടുംബം 3 സെന്റ് സ്ഥലത്ത് പലക കൊണ്ട് മറച്ച വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ചെറുകിട മത്സ്യത്തൊഴിലാളിയായ സിദ്ദിഖ് നട്ടല് വേദനയെ തുടർന്ന് മത്സ്യക്കച്ചവടത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു.
ഇതിനെ തുടർന്ന് കൂട്ടായ്മയിലെ അംഗങ്ങൾ അടച്ചുറപ്പുള്ള വീട് വെച്ച് നൽകി. ഇരവിപുരം MLA M. നൌഷാദ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. തങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്ത് അത് സ്വരൂപിച്ച് അദ്ദേഹത്തിനൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനം സമയബന്ധിതമായി ഫലപ്രദമായി പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ ചെറുകിട മത്സ്യക്കച്ചവട കൂട്ടായ്മയെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട്. അതാണ് ഈ കേരളീയ സംസ്കാരം എന്ന് നമ്മൾ പറയുമല്ലോ. ആ കേരളീയ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. 2 മുറികളുള്ള ഹാളും അടുക്കളയും ശുചിമുറിയും അടങ്ങുന്ന 7 ലക്ഷം രൂപയുടെ വീടാണ് കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയത്. 60 പേരടങ്ങുന്ന ചെറുകിട മത്സ്യക്കച്ചവട കൂട്ടായ്മ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9385, പവന് 74,840. വെള്ളി സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7740, പവന് 61,920. വെള്ളി ഗ്രാമിന് 128, കിലോയ്ക്ക് 1,28,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നല്ല പ്രായമുള്ള ഒരു അപ്പാപ്പൻ പോലും ലാലേട്ടനെ വിളിക്കുന്നത് ഏട്ട അല്ലെങ്കിൽ ഏട്ടനാണ്, ലാലേട്ടനാണ്. അതെന്റെ പേരായി മാറി. ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? ഞാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ദൃശ്യം 3 അപ്ഡേറ്റ് എന്താണ് ലാലേട്ടൻ? അപ്പൊ നമുക്കറിയാം മലയാളത്തിൽ കഥ കേൾക്കണം. കഥ കേൾക്കണ്ട. മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ചു എന്നാണ് ഞങ്ങൾ ലാലേട്ടനെ കാണുന്നത്. എത്രയോ സിനിമകളുണ്ട്. പഴയ സിനിമകൾ തന്നെ എടുത്ത് കണ്ടാ പോലെ. അല്ല, വീണ്ടും കാണുക. അതറിയില്ല. അങ്ങനെ കഥാപാത്രം വരട്ടെ. അയ്യോ, എനിക്കൊന്നും ഭയങ്കര നമ്മുടെ കണ്ണൊക്കെ പൊത്തി കാതൊക്കെ പൊത്തി. കണ്ണ പൊത്തിയല്ല, ആരെങ്കിലും മൈക്ക് കൊണ്ട് കണ്ണിലിരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ലാലേട്ടൻ ഈ സ്ത്രീകൾക്ക് ലാലേട്ടനോട് ഇത്ര ഒരു താല്പര്യം? അവരുടെ ഒക്കെ മനസ്സിലൊരു ഭർത്തൃസങ്കല്പം ആവാനാണ്.